കാസർഗോഡ് മംഗൽപാടി GBLP സ്കൂൾ കോമ്പൗണ്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളം ആകുന്നതായി പരാതി. നിലവിൽ 5 മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകൾ മംഗൽപാടിയിലെ പുതിയ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെയാണ് പഴയ കെട്ടിടങ്ങൾ ആശങ്കയാകുന്നത്. ചുറ്റുമതിൽ പോലുമില്ലാത്ത സ്കൂൾ പരിസരം വൈകിട്ടായാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് നാട്ടുകാർ പറയുന്നു. വർഷം മുമ്പ് ആരംഭിച്ച കാസർഗോഡ് മംഗൽപാടിയിലെ സർക്കാർ ബേസിക് സ്കൂളിന്റെ പുരാതന കെട്ടിടങ്ങളാണിത്. 2021 5ാം തരം മുതൽ 10ാം തരം വരെയുള്ള ക്ലാസുകൾ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഇവിടെ നിന്ന് മാറ്റിയതോടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ഇവിടെ അവശേഷിച്ചത്. ശേഷിക്കുന്ന 1ാം തരം മുതൽ 4ാം തരം വരെയുള്ള കന്നഡ മലയാള വിഭാഗത്തിലുള്ള LP സ്കൂൾ വിഭാഗമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന കെട്ടിടങ്ങളാണ് ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെയും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നത്. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന് പറയും പോലെയുള്ളതാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ പോലും സ്കൂളിലേക്ക് വിടാൻ പോലും പേടിയാവുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഈ സ്കൂളിനെ ഒരുപാട് പഴയ കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിടങ്ങളെ എത്രയും പെട്ടെന്നൊന്ന് ഇവിടുന്ന് പൊളിച്ച് മാറ്റിയാലേ നമ്മളെ കുട്ടികളെ ഇവിടുന്ന് നമുക്ക് സുരക്ഷിതമായി ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ ധൈര്യത്തോടെ വിടാമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത്. സ്കൂൾ കോമ്പൗണ്ടിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ അവശേഷിപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തി അധ്യാപക പരിശീലനത്തിന് ഉപയോഗപ്പെടുത്തുകയോ അല്ലാത്ത പക്ഷം പൊളിച്ചു മാറ്റുകയോ വേണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ സ്കൂൾ PTAയും മറ്റും നൽകിയിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. എന്നാലിപ്പോൾ സുരക്ഷിതമായ ചുറ്റുമതിൽ പോലുമില്ലാത്ത ഈ സ്കൂൾ അങ്കണം സന്ധ്യയായാൽ മദ്യ ലഹരി സംഘങ്ങളുടെയും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാകുകയാണ്. പേടി കാരണം രാത്രി ബഹളം കെട്ടാൽ പോലും സ്കൂൾ മൈതാനത്തേക്ക് ആരും പോകാറില്ലെന്നും ഇത് സ്കൂളിന്റെ അക്കാദമിക പ്രവർത്തനത്തെ തന്നെ താളം തെറ്റിക്കുന്നതായും ഇവർ പറയുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലിയായി കെട്ടിടങ്ങൾ കിടക്കുമ്പോൾ അതിൽ പട്ടികളുടെ ശല്യം, മറ്റു പാമ്പുകൾ, ഇഴജന്തുക്കളുടെ ശല്യങ്ങൾ, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങൾ, ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ നടുവിലൊരു LP സ്കൂൾ ഉണ്ട് എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയൊക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാമത് കോമ്പൗണ്ട് ഇല്ല, അതൊക്കെ മാർഗങ്ങളൊക്കെ ഇപ്പോൾ ഇതാവുമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളാരും സ്കൂളിലേക്ക് വരാൻ സ്കൂളിൻ്റെ കുട്ടികളെ ഗാർഡിയൻസ് ആരും ഇവിടെ അയക്കാനും തയ്യാറില്ല. അതുകൊണ്ട് ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലമാണ്. ഇന്നത്തെ പുതിയ ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തതാണ് ഈ സ്കൂൾ കെട്ടിട സമുച്ചയം. പൈതൃക കെട്ടിടം എന്ന നിലയിൽ ഇത് സംരക്ഷിക്കണമെന്ന ചില നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നെങ്കിലും പിന്നീട് അതിനും തുടർച്ചയുണ്ടായില്ല. എത്രയും പെട്ടെന്ന് സ്കൂൾ പരിസരം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുകയും ദുർബലാവസ്ഥയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുകയും ചെയ്യണമെന്നാണ് സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും ആവശ്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പഴകിയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് ഇവിടുത്തെ LP സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താ സമിതിയും ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ആളുകളെ, രക്ഷകർത്താക്കളെ ഒക്കെ ആശങ്കയിലാക്കിക്കൊണ്ട് ഈ കെട്ടിടം ഇവിടെ തന്നെ നിൽക്കുന്നു. അടിയന്തരമായി ഇതിൽ ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ഇടപെടണം. കാസർഗോഡ് മംഗൽപാടിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.